എൻ്റെ കുഞ്ഞാണത്. ആദ്യമായിട്ടാണ് എൻ്റെ ഷോ കാണുന്നത്. വയലിൻ സംഗീതത്തെ ജീവനേക്കാൾ സ്നേഹിച്ച ബാലഭാസ്കർ. ബാലുവില്ലാത്ത 6 വർഷങ്ങൾ. വയലിൻ സംഗീതത്തിന്റെ എല്ലാ അർത്ഥങ്ങളുമുള്ള ഒരു പേരാണ് വയലിനിസ്റ്റ് ബാലഭാസ്കർ. സംഗീതം എന്ന 3 അക്ഷരമായിരുന്നു ബാലഭാസ്കറിന്റെ പ്രാണവായു. ഓരോ ഇരുത്തങ്ങളിലും ചർച്ചകളിലും ബാലഭാസ്കർ എന്ന ബാലു സംസാരിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. വയലിൻ കമ്പികൾ കൊണ്ട് മാന്ത്രിക സംഗീതത്തിന്റെ അനന്തവിഹായസിലേക്ക് ചിറകുവിടർത്തിയ പകരക്കാരനില്ലാത്ത പ്രതിഭ. എല്ലാ താളവും ശ്രുതിയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സംഗീത ലോകത്തോട് യാത്ര പോലും പറയാതെ ബാലു മറഞ്ഞിട്ട് ഇന്ന് 6 വർഷം തികയുന്നു. പുതുതലമുറയിലെ സംഗീത സ്നേഹികൾക്ക് വയലിൻ എന്നാൽ ബാലഭാസ്കർ എന്നൊരു നിർവചനം കൂടിയുണ്ടാകും. ബാലഭാസ്കറിനെ ഓർക്കുമ്പോൾ തന്നെ ഒരു ഫ്രെയിമിൽ എന്ന പോലെ വയലിനും ഒപ്പമുണ്ടായിരുന്നു. 3-ാം വയസ്സിൽ ബാലഭാസ്കറിന് കിട്ടിയ വയലിൻ ശരീരത്തിലെ ഒരവയവം പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ഇഴചേർത്തു. ബാലഭാസ്കറിന്റെ കയ്യിലിരുന്നാവും പലരും വ്യത്യസ്തമായ വയലിനുകൾ കാണുന്നത്. വേദികളിൽ ബാലു ഇന്ദ്രജാലം തീർക്കുമ്പോൾ ആ നിർവൃതിയിൽ കണ്ണു നിറയുന്ന എത്രയോ കാണികളെ കാണാം. അത്രമാത്രം ഹൃദ്യമായിരുന്നു ബാലുവിന്റെ സംഗീതം. അത് ഹൃദയങ്ങളെയാണ് ചെന്ന് തൊട്ടത്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് വയലിൻ പരിചയപ്പെടുത്തിയത് ബാലഭാസ്കറാണ്. ഫ്യൂഷൻ സംഗീതത്തിന്റെ അനന്ത സാധ്യതകളാണ് ആ മാന്ത്രിക വിരലുകളിൽ വിരിഞ്ഞത്. എന്നും കേൾക്കാൻ കൊതിക്കുന്ന സുന്ദര ഗാനങ്ങൾ ബാലു വയലിനിൽ മീട്ടുമ്പോൾ അതിലലിഞ്ഞ് ഇല്ലാതെയാകുന്നു ഓരോ പ്രേക്ഷകനും. എത്ര സങ്കീർണമായ സംഗീതവും നിഷ്പ്രയാസമെന്ന് തോന്നിപ്പിക്കുന്ന ഭാവത്തോടെയാണ് ബാലഭാസ്കർ അവതരിപ്പിച്ചിരുന്നത്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് വയലിനെ തനിക്ക് പേടിയില്ല എന്നാണ്. മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ എന്ന വിശേഷണവും ബാലഭാസ്കറിന് സ്വന്തമായതും ആ അനായാസ ഭാവം കൊണ്ടായിരിക്കാം. വയലിനിലെ അനന്ത സാധ്യതകൾ തന്നെയായിരുന്നു ബാലുവിന്റെ സ്വപ്നം. KJ യേശുദാസ്, KS ചിത്ര, മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശിവമണി, കലാമണ്ഡലം ഹൈദരലി തുടങ്ങി പ്രമുഖർക്കൊപ്പം ഇന്ത്യക്കകത്തും പുറത്തുമായി അനേകം സ്റ്റേജ് ഷോകളിൽ ബാലുവിന്റെ വയലിൻ നാദം ഉയർന്നു കേട്ടു. 40 വയസ്സിനുള്ളിൽ ഒരു കലാകാരൻ എത്തിപ്പിടിക്കാവുന്ന ഉയരങ്ങളെല്ലാം കീഴടക്കി മുന്നേറുകയായിരുന്നു ബാലഭാസ്കർ. മരണശേഷമാണ് ഓരോ മലയാളിക്കും അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന് കേരളം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആ വയലിൻ സംഗീതം കേൾക്കുമ്പോൾ ഉള്ളൊന്നു പിടയാത്ത, കണ്ണൊന്നു നിറയാത്തവരായി ആരുമുണ്ടാകില്ല. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് വയലിൻ മാറോടണച്ച് ബാലഭാസ്കർ മടങ്ങിയപ്പോൾ മുറിവേറ്റത് അനേകായിരം ജനഹൃദയങ്ങളാണ്. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു ജന്മത്തിന്റെ മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് ബാലു മടങ്ങിയത്. ആ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല.